ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സുകളെ കുറിച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരേ നെയിമുള്ള അഗ്ലോണിമാസ് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലുണ്ട്. അതാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നെയിം ഒന്നാണെങ്കിലും അത് ഓരോ പല നിറങ്ങളിലും അതേപോലെ വ്യത്യസ്ത രൂപങ്ങളിലും അതിൻ്റെ സ്ട്രക്ചറും ലീഫുകളും ഒക്കെ വളരെ വ്യത്യാസമുള്ള ഓരോരോ പ്ലാന്റ്സുകൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ഇത്ര ഹെൽത്തി ആയിട്ട് അഗ്ലോണിമ പ്ലാന്റ്സ് വളർത്താനായിട്ടുള്ള എല്ലാ ടിപ്സുകളും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലിങ്കിൽ കയറി ആവശ്യമുള്ളവർക്ക് അതൊക്കെ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോ പ്ലാന്റിനും എന്തൊരു ഭംഗിയാണല്ലേ. അപ്പോൾ ഓരോ പ്ലാന്റിനും നെയിം ഒന്നാണെങ്കിലും അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. അപ്പോൾ അത് ഏതാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് റെഡ് സോംബാക്റ്റാണ് കേട്ടോ. അതിൻ്റെ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഭംഗിയാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് മതി, എന്തൊരു ഭംഗിയാണ്. ഇതേപോലെ വൈറ്റ് ബോട്ടിലൊക്കെ വെച്ചാൽ വളരെ ഭംഗിയാണ് കേട്ടോ. അതിനെ കാണാൻ അത്രയും പറഞ്ഞാൽ തീരില്ല, അത്രയും ഭംഗിയുണ്ട് ഈ ഒരു പ്ലാന്റിന്. നല്ല ഫ്ലാറ്റായിട്ടുള്ള ലീഫുകളാണ്. ഇതുപോലുള്ളൊരു പ്ലാന്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. രണ്ടാമതായിട്ട് നമ്മൾ സിയാം ഡയമണ്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇതും വലിയ ഫ്ലാറ്റായിട്ടുള്ള ലീഫുകൾ തന്നെയാണ്. ഒരു പ്ലാന്റ് മതി ഒരു പോട്ടിൽ. അത്രയും ഭംഗിയിൽ വളരെ അങ്ങനെ എടുത്ത് കാണിക്കുന്ന ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്ന രണ്ട് പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് കേട്ടോ. ഇനി മൂന്നാമതായിട്ട് ഞാൻ കാണിക്കുന്നത് പിന്നെ സ്റ്റാർ ഡസ്റ്റാണ് കേട്ടോ. ഇത് ഗ്രീൻ സ്റ്റാർ ഡസ്റ്റാണ്. ഇതിൽ റെഡ് കൂടുതലായിട്ട് വരാറില്ല. പിന്നെ റെഡ് സ്റ്റാർ ഡസ്റ്റ് ഉണ്ട് കേട്ടോ, അതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗ്രീനാണ് ഇതിൽ കൂടുതലും വരാറുള്ളത്. കണ്ടില്ലേ, ഇതും ഒരു സ്റ്റാർ ഡസ്റ്റ് പ്ലാന്റ് തന്നെയാണ്. പക്ഷേ ഇത് റെഡ് സ്റ്റാർ ഡസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ലീഫുകൾ കണ്ടില്ലേ, എന്തൊരു റെഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലീഫുകൾ ഓരോന്നും നല്ല ആദ്യമായിട്ട് വരുമ്പോൾ ചെറിയ ഗ്രീൻ കളേഴ്സൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അത് നല്ല റെഡ് കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാണ് റെഡ് സ്റ്റാർ ഡസ്റ്റ്, ഇതാണ് ഗ്രീൻ സ്റ്റാർ ഡസ്റ്റ്. വ്യത്യാസങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പ്ലാന്റ് ഏതാണെന്നല്ലേ, ഇതാണ് നയൻ ക്യാരറ്റ് കേട്ടോ. നയൻ ക്യാരറ്റ്, അഗ്ലോണിമ നയൻ ക്യാരറ്റ്. ഇതിൻ്റെ ലീഫുകളൊക്കെ നോക്കൂ. ഇതും വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഒരുപാട് നിറങ്ങൾ ഈ ഒരു ലീഫിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് കാണുന്നില്ലേ. അപ്പോൾ അതിൻ്റെ 10 ക്യാരറ്റ് എന്ന് പറയുന്ന പ്ലാന്റാണിത് കേട്ടോ. അപ്പോൾ 9 ക്യാരറ്റ് 10 ക്യാരറ്റ് അഗ്ലോണിമകളാണ് ഇത് രണ്ടും. ഇതിൻ്റെ ലീഫുകൾക്കും വേറൊരു ഭംഗിയാണ്. അതേപോലെ 9 ക്യാരറ്റും ഇതിലും വ്യത്യസ്തമാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതിലൊരു റെഡ് കളർ കൂടുതലായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓരോ പ്ലാന്റുകളുടെ വ്യത്യാസങ്ങൾ കേട്ടോ. അപ്പോൾ പേരൊന്നാണെങ്കിലും വളരെ വ്യത്യാസമാണ്. ഇതാണ് മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന പ്ലാന്റ്. ഇതാണ് ഗ്രീൻ ബോക്സർ കേട്ടോ. ഇതും വളരെ ഹെൽത്തി ആയിട്ട് മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതാണ് ബൗൾ ബോക്സർ കേട്ടോ. ഇതും ബോക്സറാണ്. ഇത് ബൗൾ ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫുകൾ വരാറുള്ളത്. വലിയ ഹെൽത്തി ആയിട്ട് വരുന്ന പ്ലാന്റാണ്. അതേപോലെ തന്നെ ബിഗ് സൈസായിട്ടും വരാറുണ്ട് കേട്ടോ. പക്ഷെ ലീഫുകൾ ലോങ് ആയിട്ട് വരില്ല, അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഇത് പിന്നെ ഒരു പീക്കോക്ക് അഗ്ലോണിമയാണ് കേട്ടോ. ഇതിനും ബോക്സർ എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതേപോലെ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഇടുക കേട്ടോ. അതതിൻ്റെ വളർച്ചയെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഫ്ലവർ കട്ട് ചെയ്തിട്ടാൽ തൈകളൊക്കെ പെട്ടെന്ന് വരും. അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് പീച്ച് പനാമയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പനാമ. അതിനൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നതാണ് കേട്ടോ. അതിൻ്റെ സെയിം പ്ലാന്റ് തന്നെയാണ് റെഡ് പനാമയാണ് അടുത്തതായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ പിങ്ക് പനാമ റെഡ് പനാമ കേട്ടോ, ഇത് രണ്ടുമാണ് ഞാൻ അടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് വെച്ചിട്ടുള്ളത്. അടുത്ത പ്ലാന്റാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് ഉണ്ടല്ലോ, റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പിങ്ക് ലിപ്സ്റ്റിക്ക് കണ്ടോ. ഇതിൽ നിറയെ പിങ്ക് കളറായിട്ടാണ് വരുന്നത്. അതിൻ്റെ നേരെ പിന്നെ വരുന്നൊരു പ്ലാന്റാണിത് റെഡ് ലിപ്സ്റ്റിക്ക്. കണ്ടില്ലേ, ഇതിൽ പിങ്ക് കൂടുതലാണ്, ഇതിൽ റെഡ് കൂടുതലാണ്. അപ്പോൾ ഇതൊരു ലിപ്സ്റ്റിക്ക് പ്ലാന്റുകളാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇനിയും ഉണ്ട് വെറൈറ്റീസൊക്കെ. ഈ രണ്ടേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് പിങ്ക് ലിപ്സ്റ്റിക്ക്. ഇതിലൊക്കെ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്. ഇത് റെഡ് ലിപ്സ്റ്റിക്ക്. ഇതിൽ റെഡ് കൂടുതലായിട്ട് വരും കേട്ടോ. ചില ലീഫുകൾ ഗ്രീൻ ആയിട്ടും കാണാറുണ്ട്.
അടുത്തതാണ് നമ്മൾ കാണുന്നത് പിങ്ക് ലെഗസിയാണ് കേട്ടോ. അത് നല്ല പിങ്ക് കളറാണ്. അതേപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പ്ലാന്റാണ് വൈറ്റ് ലെഗസി കേട്ടോ. ഇത് ഗ്രീൻ ലെഗസി. അങ്ങനെ 3 വെറൈറ്റീസാണ് ലെഗസി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് 3 ഒരേ നെയിമുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ പ്ലാന്റുകളും. നെയിം ഒന്നാണെങ്കിലും പ്ലാന്റ്സുകൾ വളരെ വ്യത്യസ്തമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ട് പ്ലാന്റുകൾ വളരാൻ ചെറിയ ചെറിയ ടിപ്സുകൾ ചെയ്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഫംഗസൈഡായിട്ട് സാഫ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതിന് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ലിങ്കിൽ കയറി കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വളർച്ചയെക്കുറിച്ചും അതേപോലെ ഇത്ര ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്കും ഇതേപോലെ ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സുകൾ വളർത്തിയെടുക്കാവുന്നതാണ്. അഗ്ലോണിമ പ്ലാന്റ്സുകളൊക്കെ വളരെ റെയറായിട്ടുള്ളതും അതേപോലെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ്സുകളുമാണ് കേട്ടോ. അതുപോലൊക്കെ ഭംഗി നന്നായി കെയർ ചെയ്തെങ്കിൽ മാത്രമേ ഇട്ടാൽ നമ്മൾ ഇത്ര ഭംഗിയിലൊക്കെ ഈ പ്ലാന്റ്സുകൾ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇത്തരം പ്ലാന്റ്സുകൾ നമ്മൾ നിലത്ത് വെക്കുന്നതിനേക്കാളും നല്ലത് ഒരു സ്റ്റാൻഡിൽ വെക്കുന്നതായിരിക്കും കേട്ടോ. ഈ പ്രാണികളുടെ അറ്റാക്കും കാര്യങ്ങളൊക്കെ വരുന്നതിന് ഏറ്റവും നല്ലത് നമുക്ക് സ്റ്റാൻഡുകളിലൊക്കെ വെക്കുന്നത് തന്നെ ആയിരിക്കും കേട്ടോ. ഇതുപോലുള്ള പ്ലാന്റ്സുകൾക്കൊക്കെ വളരെയധികം റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള പ്ലാന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ നന്നായി കെയർ ചെയ്ത് തന്നെ വളർത്തുക. നമുക്കിതേപോലുള്ള പ്ലാന്റ്സുകളൊക്കെ നശിച്ചു പോയാൽ ഭയങ്കര വിഷമമായിരിക്കും. കാരണം അത്രയും റേറ്റ് കൊടുത്താണ് നമ്മൾ ഓരോ പ്ലാന്റ്സുകളും വാങ്ങിക്കുന്നത്. അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സുകൾ നമ്മൾ ചൈന, തായ്ലൻഡ്, തായ് വെറൈറ്റി ഒക്കെയാണ് കേട്ടോ നമ്മൾ ഏറെ ഇതേപോലുള്ള പ്ലാന്റ്സുകൾ വരുന്നത്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന പ്ലാന്റ് തന്നെയാണ് അഗ്ലോണിമ പ്ലാന്റ്സുകളെല്ലാം തന്നെ. എന്നാലും നമ്മൾ ഇതുപോലെ കെയർ ചെയ്തെങ്കിൽ തന്നെ ഇതേപോലെയൊക്കെ വളർന്നു വരുള്ളൂ. അതിന് കാണാൻ അത്രമാത്രം ഭംഗിയുണ്ട്. പിന്നെ സ്ലോ ഗ്രോത്താണ് ഈ അഗ്ലോണിമ പ്ലാന്റ്സുകൾക്കുള്ളത്. അതുകൊണ്ടാണ് ഇതിനൊക്കെ റേറ്റ് കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വളർത്തുന്നവർക്കൊക്കെ ഇതേക്കുറിച്ചൊക്കെ അറിവുണ്ടായിരിക്കും. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. പിന്നെ ഈ അഗ്ലോണിമ പ്ലാന്റ്സുകൾക്ക് നമുക്ക് ഉണങ്ങിയ ചാണകപ്പൊടി അതേപോലെ എല്ലുപൊടി ഇതൊക്കെ അടിവളമായിട്ട് നമുക്ക് ഇത് പോട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് പ്ലാന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ എന്നും നമ്മൾ കളയുന്ന പച്ചക്കറി വേസ്റ്റുകളൊക്കെ പിന്നെ സ്റ്റോർ ചെയ്ത് വെച്ച് അതിൻ്റെ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോഴൊക്കെ ഈ പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നതായിരിക്കും. അതുപോലെ തൈകൾ വരാനായിട്ട് നമുക്ക് മുട്ടത്തോട് ഉണക്കി പൊടിച്ച് അത് 2 ടീസ്പൂൺ വീതം ഒന്ന് പ്ലാന്റിൻ്റെ ചോട്ടിൽ, അതായത് പോട്ടിൻ്റെ ഉൾവശത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതും തൈകൾ വരാനായിട്ട് വളരെയധികം നമുക്കത് ഉപകാരപ്രദമാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് പ്ലാന്റ്സുകൾ വെറൈറ്റീസ് നമുക്ക് കാണിക്കാനായിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വീഡിയോ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ പ്ലാന്റുകളുടെ നമ്മൾ ഈ കാണുന്ന പ്ലാന്റ്സുകളുടെ ഒക്കെ തൈകളുണ്ട് കേട്ടോ. അത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ. ഫോൺ വിളിക്കേണ്ടതില്ല. വാട്സപ്പ് ചെയ്താലും ഓൺലൈനായിട്ട് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതായിരിക്കും. DTDC കൊറിയർ വഴിയായിരിക്കും പ്ലാന്റ്സുകൾ അയക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം.